ഇന്ന് ചൂരമീൻ മുളകിട്ടത് തയ്യാറാക്കാം. സാധാരണ നമ്മൾ കല്യാണ വീടുകളിൽ തലേന്ന് പാർട്ടികളിലൊക്കെ വിളമ്പുന്ന ഒരു മീൻ കറി ഉണ്ടല്ലോ, അതേ ടേസ്റ്റിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള മീൻ കറിയാണ്. 2 ദിവസമൊക്കെ ഇത് പുറത്തിരുന്നാലും കേടാകത്തില്ല കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുടംപുളി ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ 4 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയുള്ള ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ 4 കഷ്ണം പുളി മതിയാകും. ഇനി ഇതിന് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും മിക്സഡ് ആണ് കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളിയിലൊഴിച്ച വെള്ളം ഉണ്ടല്ലോ, ആ പുളിരസം ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. അത് ചൂടോടുകൂടി തന്നെയാണ് പൊടിയിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പച്ചവെള്ളം ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. ചൂടുവെള്ളം തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ പുളിയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പിഞ്ച് ഉലുവ, മുഴുവനുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മീൻ കറിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ച ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അല്പം കുറച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് 4-5 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 4 എണ്ണം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ എണ്ണയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇതൊന്ന് തിക്കായിട്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഞാൻ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻ കറിയിൽ ചെറിയുള്ളി ചേർത്തിട്ട് വഴറ്റാറുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒരു അല്പം കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പുളിവെള്ളവും നമ്മുടെ മസാലയും കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഗ്രേവി ഒരുപാട് സമയത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ. 1-2 തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് ഫ്ലെയിം തീരെ കുറച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഗ്രേവി ഇതിലേക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യം 3 തണ്ട് വെച്ച് കൊടുത്തു. ഇനി തണ്ടോടുകൂടി ഇല്ലെങ്കിൽ ഇല മാത്രമായിട്ടാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ചൂര കഷ്ണങ്ങൾ, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. കിട്ടിയത് ചൂരയെന്ന് പറയുന്നത് ചെറിയ ചൂരയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ചെറിയ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ലെയർ ഇതുപോലെ മീൻ നന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ നമ്മൾ കറിവേപ്പില അത്യാവശ്യം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് മീൻ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് ഗ്രേവി ഒഴിക്കാം. പിന്നെയും മീൻ കഷ്ണങ്ങൾ വെച്ച് അതിന് മുകളിൽ ഗ്രേവി ഒഴിച്ച് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഗ്രേവി ഒഴിച്ച് മീൻ കഷ്ണങ്ങൾ അതിൽ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഗ്രേവി പോരാ. കാരണം മീൻ കഷ്ണങ്ങൾ നന്നായി കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ആ പാത്രം കഴുകി, നമ്മൾ ഗ്രേവി തയ്യാറാക്കിയ പാത്രം കഴുകി കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് എടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സഡാണ് കേട്ടോ. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ എടുത്തത്. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കറിക്ക് നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ 2 പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ്. ഉലുവപ്പൊടി അധികം വേണ്ട, അധികം ആയാൽ ഉലുവയുടെ ആ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. ഇനി ഇതിലേക്ക് 2 പിഞ്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ മീൻ കറിക്ക്. ഇതിലേക്ക് നമ്മൾ സ്പൂണോ തവിയോ ഇട്ടൊന്നും കുത്തി ഇളക്കുന്നില്ല കേട്ടോ. ഇതുപോലെ വട്ടത്തിൽ കൈകൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം ഞാൻ കുറച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 4-5 മിനിറ്റ് കൂടി നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറുകിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പുണ്ട്. അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ട്. ഇനി അധിക സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം മീൻ കറി കണ്ടില്ല, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. ഇത് നമുക്ക് പുറത്ത് ഒരു 2 ദിവസമൊക്കെ കേടുകൂടാതെ തന്നെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴെല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.